സ്നേഹം നിറഞ്ഞവരെ, RRC ധ്യാന കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രാർത്ഥനാശംസകൾ. എല്ലാവരും സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ക്രിസ്മസിന് വേണ്ടിയുള്ള വലിയ ഒരു ഒരുക്കത്തിലും പ്രതീക്ഷയിലൊക്കെയാണല്ലോ നമ്മൾ. ഈ ദിവസങ്ങളൊക്കെ ഓരോരുത്തരും സാധിക്കുന്ന പോലെ പ്രാർത്ഥിച്ച് ഉപവാസമെടുത്തും ത്യാഗങ്ങളനുസരിച്ചൊക്കെ ഈശോയുടെ പിറവിക്ക് വേണ്ടി ഒരുങ്ങുന്നുവെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ നിങ്ങളുടെ എല്ലാ ഒരുക്കങ്ങളെയും നല്ലവനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. RRC കുടുംബവും സാധിക്കുന്ന രീതിയിലെല്ലാം അതിനുവേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ RRCയിൽ ക്രിസ്മസിന് വേണ്ടിയുള്ള പല ശുശ്രൂഷകളും ചേർത്ത് വയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അവസരത്തിൽ 2 ശുശ്രൂഷകൾ നമ്മൾ ചേർത്ത് വയ്ക്കുന്നുണ്ട്. അടുത്ത ശനിയാഴ്ച 13-ാം തീയതി സിസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ഒരു ക്രിസ്മസ് ഒരുക്ക ധ്യാനമുണ്ട്. അതുപോലെ തന്നെ 3-ാമത്തെ ശനിയാഴ്ച നമ്മൾ പൊതുവായിട്ട് ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരു ഒരുക്ക ശുശ്രൂഷ നടത്തുന്നുണ്ട്. സാധിക്കുന്ന രീതിയിലെല്ലാം RRCയും ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഈ ശുശ്രൂഷകളിലേക്കൊക്കെ നിങ്ങൾ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. ദൈവം നമ്മുടെ ഇടയിലേക്ക് മനുഷ്യനായിട്ട് കടന്നു വരും. നമ്മുടെ ബുദ്ധി വെച്ച് എത്ര ചിന്തിച്ചാലും ഉത്തരം കിട്ടാത്ത അല്ലെങ്കിൽ കണക്ക് കൂട്ടാൻ പറ്റാത്ത വലിയൊരു സത്യമാണ് ഈ ക്രിസ്മസ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക. അത്യുന്നതനായ ദൈവം എല്ലാ മഹിമയും വിട്ടുകളഞ്ഞിട്ട് ഒരു മനുഷ്യൻ്റെ ബലഹീനതയിലേക്ക് ഒതുങ്ങിക്കൊടുക. അത് എന്തിനു വേണ്ടിയാണെന്നുള്ളതാണ്. അതാണ് അതിൻ്റെ പ്രാധാന്യം. വെറും നിസ്സാരരായ നമ്മളെ ഉയർത്തുവാൻ വേണ്ടി, നമുക്ക് വേണ്ടി ജനിച്ചു എന്നല്ല, ജനനം എന്തിനു വേണ്ടിയാ? നമുക്ക് വേണ്ടി ബലിയായി തീരുവാൻ വേണ്ടിയുള്ളതാണ്. സ്വർഗത്തിൻ്റെ നമ്മളോടുള്ള ഏറ്റവും വലിയൊരു സ്നേഹമാണ് ഈ ക്രിസ്മസിലേക്ക് കടന്നു വരിക. ആ ഒരു ആഘോഷത്തിലേക്ക് കടന്നു വരിക. എനിക്ക് വേണ്ടി ബലിയായി തീരുവാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് എൻ്റെ രൂപത്തിൽ കടന്നു വരുന്ന ദൈവം, എന്നോട് അലിഞ്ഞു ചേരുവാനായിട്ട് കടന്നു വരുന്ന ദൈവം. അങ്ങനെ ഒരു ദൈവം കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങൾ ഓർക്കണം, അങ്ങനെ ദൈവം അത്രത്തോളം ത്യാഗം എടുക്കുമ്പോൾ, അത്രത്തോളം പ്രാധാന്യം കൊടുക്കുമ്പോൾ, ഞാൻ എത്രത്തോളം എൻ്റെ ദൈവത്തിന് വേണ്ടി ഒരുങ്ങുന്നു, എത്രത്തോളം എൻ്റെ ദൈവത്തിലേക്ക് ഞാൻ അടുക്കുന്നു, അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ദൈവം മാത്രം വില കൊടുത്താൽ പോരല്ലോ, നമ്മൾ അതിൻ്റെ ഇരട്ടി വില കൊടുക്കണം. അതിനാണ് നമ്മുടെ ഒരുക്കങ്ങളെല്ലാം. ഈ നിങ്ങളുടെ എല്ലാ ഒരുക്കങ്ങളെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. ഈ ക്രിസ്മസിന് വേണ്ടി ഒരുക്കത്തോടൊപ്പം തന്നെ ക്രിസ്മസിൻ്റെ ശാന്തിയും സമാധാനവും എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിലെല്ലാം അനുഭവിക്കാനായിട്ട് ഇടവരട്ടെ എന്ന് അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സമാഗതമായ ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ അച്ഛൻ നേരത്തെ നേരുകയാണ്. വലിയൊരു ആഘോഷമായി തീരട്ടെ, വലിയൊരു ഒരുക്കത്തിലൂടെ കടന്നു വരുന്ന സന്തോഷത്തിൻ്റെ ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. നമുക്ക് നന്നായിട്ട് ഒരുങ്ങാം. ദൈവം അനുഗ്രഹിക്കട്ടെ.